ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ അങ്ങനെ കള്ളങ്ങളുടെ ആ ഒരു ചീട്ട് കൊട്ടാരം വീണ്ടും തകർന്നടിഞ്ഞ് വീഴുന്നു. ആദ്യം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇപ്പതാ നമ്മുടെ ശ്രുതി. അതെ കൂട്ടുകാരെ, നമ്മുടെ സച്ചി ആരാ മോൻ അല്ലെ? നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം കണ്ടുപിടിച്ച് ഇപ്പതാ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരവും കണ്ടുപിടിച്ചിരിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഈ പ്രൊമോയിൽ കാണുന്നുണ്ട് നമ്മുടെ ബീരാനിക്ക നമ്മുടെ ശ്രുതിയെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ബീരാനിക്ക കുറച്ച് ഇറച്ചിയൊക്കെ ആയിട്ട് കേട്ടോ വരുന്നത്. അപ്പൊ ബീരാനിക്കയുടെ ലക്ഷ്യം എന്താണാവോ? ഇനി നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തി കുറച്ച് പൈസയൊക്കെ മുങ്ങാനാണ് എന്നും സംശയമുണ്ട് കേട്ടോ. എന്തായാലും അദ്ദേഹം വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ സച്ചി ബ്യൂട്ടി പാർലറിൽ വരുന്നുണ്ട്. എന്തൊക്കെയോ കാര്യത്തിന് വരുമ്പോൾ അവിടെ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും പൈസ മുടി വെട്ടാൻ വരുമ്പോൾ എന്തോ പൈസ മേടിച്ചില്ലെന്നോ അതെന്താണെന്നൊക്കെയോ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സച്ചിനോട് ആ സ്റ്റാഫ് പറയുന്നുണ്ട്, അവരാണ് ഈ ഷോപ്പിന്റെ ഓണർ, പിന്നെ അവരുടെ കയ്യിൽ നിന്നും എന്തിന് പൈസ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, നമ്മൾ ശ്രുതി ഈ ഷോപ്പ് വിറ്റോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫ് കൃത്യമായിട്ട് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നാൾ മുന്നേ ശ്രുതി മാഡം ഈ ഷോപ്പ് വിറ്റായിരുന്നു. ഇപ്പൊ ശ്രുതി ഈ ഷോപ്പിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്ന് വ്യക്തമായിട്ട് അവിടുത്തെ സ്റ്റാഫ് വേറൊരു സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചിനോട്. അപ്പൊ സച്ചി ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് നമ്മുടെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മേനെ വിട്ട് സത്യമൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛമ്മയാണ് സത്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛന് മനസ്സിലായി ഇത് ഉറപ്പായി നമ്മുടെ ശ്രുതിയാണ് പെരുങ്കള്ളി എന്നുള്ളൊരു കാര്യമായിട്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതിയെ ചോദ്യം ചെയ്യാൻ നമ്മുടെ അച്ഛന് നമ്മുടെ സച്ചിയും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരൻ. നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരു പൊടിപൂരം എപ്പിസോഡ് തന്നെ ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്നത്. അടുത്ത